അഫ്ര എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അഫ്രയ്ക്ക് ഉണ്ടായിരുന്നത്? ഒരുപാട് വർഷങ്ങളായിട്ട് ബ്രഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അധികം പേര് പറയാത്തൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ അത്. പിന്നെ കോട്ടുവായ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, തുറക്കുന്ന സമയത്തൊക്കെ വേദനയും ബുദ്ധിമുട്ടും. പെയിനാണ്. അഡ്ജസ്റ്റ് ചെയ്താണ് കോട്ടുവായ ഇടുന്നത്. വായ തുറക്കാനുള്ള ബുദ്ധിമുട്ടാണ്. വായിലേക്ക് അകത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. ഇതിന് തുറന്നതിന്റെ ഉള്ളിലേക്ക് ഇടാനാണ് പാട്. ഓക്കെ, നമ്മുടെ കൂടെ ഉള്ളത് ഒരു TMJ പേഷ്യന്റ് ആണ്. TMJ പേഷ്യന്റ് ആയിരുന്നു ആക്ച്വലി. നമുക്കിപ്പോ ആദ്യമായിട്ട് വരുന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകളായിട്ട് വന്ന ഒരാളാണ്. ഇപ്പോൾ നമ്മൾ ഈ TMJ ട്രീറ്റ്മെന്റ്സ് ചെയ്യുമ്പോൾ തന്നെ 2 സ്റ്റേജ് ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യുക. ഒന്ന് നമ്മൾ TMJയുടെ പ്രോബ്ലംസ് ഒക്കെ മാറ്റി അതിനെ ഒരു ഹെൽത്തി ജോയിന്റ് ആക്കി മാറ്റിയതിന് ശേഷം അതിന്റെ നോർമൽ ഫംഗ്ഷനാലിറ്റിയിലേക്ക് മാറ്റുന്ന ഒരു സെക്കൻഡ് സ്റ്റേജ് ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞേക്കുന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ നമുക്ക് ഇരിക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ളത് അഫ്രയാണ്. അഫ്ര എന്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നു അഫ്രയ്ക്ക് ഉണ്ടായിരുന്നത്? പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത് ബ്രഷ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. ബ്രഷിങ്ങിന്റെ സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് ബ്രഷ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ കോട്ടുവായ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഓക്കെ, തുറക്കുന്ന സമയത്തൊക്കെ വേദനയും ബുദ്ധിമുട്ടും. പെയിനാണ്. അഡ്ജസ്റ്റ് ചെയ്താണ് കോട്ടുവായ ഇടുന്നത്. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ എന്തായിരുന്നു ബുദ്ധിമുട്ട്? വായ തുറക്കാനുള്ള ബുദ്ധിമുട്ടാണ്. വായിലേക്ക് അകത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാം. ഇതിന് തുറന്നതിന്റെ ഉള്ളിലേക്ക് ഇടാനാണ് പാട്. ഓക്കെ, പല ആളുകളിലും TMJ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ജോയിന്റിന്റെ ഉള്ളിലുള്ള ഡിസ്ക് ലോക്ക് ആവുന്ന സിറ്റുവേഷൻ ഉണ്ട്. ഈ ഡിസ്ക് ഫ്രണ്ടിൽ ഒന്ന് നിന്ന് കഴിഞ്ഞാൽ വായ ഫുള്ളായിട്ട് തുറക്കാൻ പറ്റും. ഈ തുറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൈ വെച്ച് ഭക്ഷണം ഉള്ളിലേക്ക് വെക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ പ്രശ്നം തന്നെ ഉണ്ടായിരുന്നു. ക്ലിക്കിംഗ് സൗണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു വാ തുറക്കുമ്പോൾ. പിന്നെ എന്ത് ബുദ്ധിമുട്ട് ഈ ജോയിന്റിന്റെ അല്ലാതെ കഴുത്തിന്? പിന്നെ ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ എന്റെ പോസ്റ്റർ എന്റെ ഫ്രണ്ടിലേക്ക് പോസ്റ്റർ ചേഞ്ച് ഉണ്ടായിരുന്നു അല്ലെ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങള് ഫ്രാങ്കോ സാറിന്റെ വീഡിയോ കാണുന്നത്. ഇതുപോലത്തെ ഒരു വീഡിയോ കണ്ടു. എന്നാ വലിയ ധൈര്യം ഒന്നും ഉണ്ടായില്ല. ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടു. ട്രൈ ചെയ്ത് നോക്കാം, ഒരു കൈ നോക്കാം എന്നുള്ള രീതിയിൽ എത്തിപ്പെട്ടു. എന്തായാലും സക്സസ് ആണ്. ഭക്ഷണം നന്നായിട്ട് കഴിച്ചു തുടങ്ങി. കുഴപ്പമില്ല. വേദനകളെല്ലാം മാറി തുടങ്ങി. സ്റ്റേബിൾ ആണ് എന്തായാലും.